വൃശ്ചികം രാശിക്കൂറ് ലഗ്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട അടങ്ങിയതാണ് വൃശ്ചിക രാശിക്കൂറ്. ഇവർക്ക് കർമ്മരംഗത്ത് ഈ മാസം അഭീഷ്ടമായ സിദ്ധികൾ നേടിക്കൊടുക്കുന്നതും ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ വളരെ സുഖപ്രദമായ ഒരവസ്ഥ ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. വ്യാഴത്തിൻ്റെ 7 സ്ഥിതി അനുസരിച്ച് വളരെ ശോഭനമായ കാര്യങ്ങൾ, ഏത് കാര്യങ്ങൾ ചെയ്താലും അത്ര കണ്ട് പ്രശോഭിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കർമ്മരംഗത്തും അതുപോലെ തന്നെ ഈ വൈവാഹിക ജീവിതം, അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പായിട്ടുള്ള ബിസിനസ്, ആ കാര്യങ്ങളിലും വളരെ പുരോഗമനവും വളരെ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. കേതു അതുപോലെ വളരെ സുഖപ്രദമായ ഒരവസ്ഥ, ലാഭസ്ഥാനത്ത് ഒരുപാട് ധനം വന്നു ചേരാനുള്ളത്, ചെയ്യുന്ന കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന രീതിയും അതുപോലെ അതിൻ്റെ മനസ്സുഖം അനുഭവിക്കുന്ന മാസവും കൂടിയാണിത്. കർമ്മരംഗത്ത് അല്പം സ്വല്പം ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാവാം. കൂടാതെ സദ്യയ്ക്ക് വിളിച്ചു വരുത്തിയ പോലെ ശത്രുക്കളുടെ ആഗമനം, അതൊരാളുടെ അഭിവൃദ്ധി ആ സമയത്തുണ്ടാകാവുന്ന കാര്യമാണെങ്കിലും അഭൂതപൂർവമായ രീതിയിൽ ശത്രുക്കൾ ഉണ്ടാകാവുന്ന സമയം കൂടിയാണ്. ആ കാരണത്താൽ വിചാരിക്കാതെ ഉണ്ടാകാവുന്ന ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കാണുമ്പോൾ ഉണ്ടാകാവുന്ന മനോവ്യഥകൾ, അത് അല്പം മനസ്സിനെ അലട്ടുന്നതും അല്പം ദുഃഖപരവുമായി കാണുന്നു. ഇതിനു മുമ്പ് പരിശ്രമിച്ച് കിട്ടാത്തതായിട്ടുള്ള ജോലി, അതുപോലെ ജോലി കയറ്റം, അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള കർമ്മങ്ങൾ വന്നു ചേരുക, ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ ഉയർച്ച, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകാവുന്ന ഏറ്റവും പുരോഗമനം, വളർച്ച എല്ലാം വരുന്ന ഒരു മാസമാണ് വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പോൾ. മാതാവിന് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവാം. നല്ലൊരു ഗൃഹത്തിൻ്റെ നിർമ്മാണം തുടങ്ങി വയ്ക്കുന്നതിനും ഈ സമയം വളരെ അനുയോജ്യമായി കാണുന്നു. ശുഭം.